ഗൈസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ടെക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു സാധനം കൂടെ നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു മൈക്കാണ്. അപ്പോൾ ആ മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ എൻ്റെ ആദ്യ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു വയേർഡ് ബൈക്കായിട്ടുള്ള ബോയ M1 അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആയി വന്നപ്പോൾ ബോയ MM1 എന്ന് പറഞ്ഞ വേറൊരു മൈക്ക് മറ്റേ പൂച്ചപ്പട്ടിയിലെ പൂട പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കാണിച്ചിട്ടാന്ന് വെച്ചാൽ ഞാൻ ആ മൈക്ക് രണ്ടും എടുത്തുകൊണ്ട് അങ്ങ് പോയായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം മാത്രമല്ല, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ആമസോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ല. രണ്ടിന് സാധനമുണ്ട്. ആമസോണിൽ കാർഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പം ഇതാണ് ആ ഒരു സാധനം. നല്ലൊരു പാക്കിംഗ് ഒക്കെ ആണ്. ഇതിനകത്ത് എന്താണെന്ന് എന്തായാലും നോക്കാം. മൈക്ക് തന്നെ ആയിരിക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്താൽ മറ്റേ ബില്ല് കയറി പോവും. ആമസോൺ പ്രൈമിൻ്റെ ആ ഒരു കട്ടിങ്ങിലൂടെയാണ് കട്ട് ചെയ്യുന്നത് ഗൈസ്. ഇവിടെ ബില്ല് കുറച്ച് വേസ്റ്റ് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കുറേ പേര് പ്രൊമോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിത് കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിലും ക്യാമറയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ വേറെ മോഡൽസ് ഉണ്ട്. സ്മാർട്ട് ഫോണിൽ മാത്രം കൊടുക്കാൻ പറ്റുന്നത്, പിന്നെ ക്യാമറയിൽ മാത്രം കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മളിപ്പം ടെക് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കിപ്പം ലൈറ്റ്നിങ് വേണ്ടി വരും, C ടൈപ്പ് വേണ്ടി വരും, അതുപോലെ തന്നെ ക്യാമറയിൽ കൊടുക്കാനുള്ള വേണ്ടി വരും. അപ്പോൾ എല്ലാ സാധനവും കൂടെ വേണ്ടി വരുന്നൊരു മോഡലാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു സാധനം. നമുക്കിത് പൊട്ടിക്കാം. ഇതിൻ്റെ MRP വരുന്നത് 16,999 പക്ഷെ ഓഫർ പ്രൈസിൽ ഒരു 12 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാർഡ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫെഡറൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ കുറവാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് EMI ആയിട്ട് എടുക്കണമെങ്കിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് ആമസോണിൽ ഓഫറുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. തുറക്കുമ്പോൾ നമ്മൾ കുറച്ച് യൂസർ മാനുവൽസ് ആൻഡ് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. വി ആർ ഹിയർ ഫോർ യു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അവരുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ പൈസ കൊടുത്താലേ അവർ കൂടെ വരുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ലെറ്റ് ഗെറ്റ് ഇൻ ടച്ച്. പിന്നെ നമുക്ക് ആ ഒരു മൈക്കിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ തന്നെ ഉണ്ട്. ഒരു സ്മൈലീസ് ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചി ഇടയ്ക്കിടയ്ക്ക് സ്മൈലി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കുക, അത് അവൾ ഒട്ടിച്ചുകൊണ്ട് നടക്കട്ടെ. ഇതിങ്ങനെയാണ് ആ ഒരു സാധനം ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കേസ് എടുക്കാം. കേസ് എടുക്കുമ്പോൾ വെയിറ്റ് ഉണ്ട് സാധനം. ഇതാണ് അതിൻ്റെ ആ ഒരു കേസ് പറഞ്ഞത്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ആക്കാം. പിറകിൽ USB-C ടൈപ്പ് പറഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഫുൾ ചാർജാണ്. ഇവിടെ 1, 2, 4 കട്ട ഇവിടെ കാണിക്കുന്നുണ്ട്. ആ 4ഉം ഫുൾ ചാർജാണ് കാണിക്കുന്നത്. USB-Cൻ്റെയും ലൈറ്റ്നിങ്ങിൻ്റെതും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ആദ്യം ക്യാമറയുടെ എടുത്ത് നോക്കാം. ക്യാമറയുടേത് ഇത്രയേ ഉള്ളൂ സാധനം, കണ്ടോ? നമുക്ക് പവർ ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു TRSൻ്റെത് പ്ലഗ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മുടെ ക്യാമറയിലാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെ USB-C നമുക്ക് ചാർജ് ചെയ്യാം. ഇത് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഇതുണ്ടല്ലോ, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും വേണം. ഏറ്റവും കുറച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും. ഇത് കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ സംസാരിച്ചത്. അങ്ങനെ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇവിടെ തിരിച്ച് തന്നെ ഇവിടെ വെച്ചേക്കാം. മാഗ്നറ്റാണ് കേട്ടോ അടിയിൽ. ഇവിടെ നമുക്ക് ഇത് നമ്മുടെ ഒരു മൈക്ക്, പിന്നെ ഇത് നമുക്ക് 2 മൈക്ക്. നമുക്ക് സിംഗിൾ മൈക്കിൽ നമുക്ക് ഈ ഡുവൽ മൈക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ iPhone 14 Pro Maxൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന iPhone 14 Pro Maxൻ്റെ മൈക്കാണ്. അപ്പോൾ ഈ ഒരു സാധനം ഐഫോണിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ സൗണ്ട്. ഗൈസ് ഇപ്പോൾ സംസാരിക്കുന്നത് ഹോളി ലാൻഡിൻ്റെ ആ ഒരു മൈക്കിലെ ആദ്യത്തെ, അതായത് സിംഗിൾ മൈക്ക് TX1 എന്ന് പറയുന്ന മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ തന്നെ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല പവറുള്ളൊരു മാഗ്നറ്റാണ്. അതായത് കണ്ട ഈ ഒരു മാഗ്നറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഊരിയിട്ട് നമുക്കത് ഇവിടെയൊക്കെ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കുന്നത് TX1 വെച്ച് മാത്രമാണ്. നമുക്കിപ്പം TX2 ഇവിടെ ഓറഞ്ച് കളർ കത്തുന്നുണ്ടോ? ഈ ഒരു ഓറഞ്ച് കളർ കത്തുന്ന സാധനവും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടിലും കൂടെ സംസാരിക്കാം. അതും കൂടെ എടുക്കുമ്പോൾ ക്വാളിറ്റി വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കിക്കോണേ. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബ്ലൂ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു 3 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ആ ഒരു സാധനവും വർക്കാവുന്നതാണ്. എടുത്ത് വെച്ചിട്ട് നമുക്ക് തന്നെ രണ്ടും വെച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അതൊരു ഇതായിപ്പോകും. നമ്മൾ തന്നെ രണ്ടും വെച്ചിട്ട് സംസാരിക്കും. ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വേണമെങ്കിൽ ഒരാൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഇപ്പം അവിടെ പുറത്ത് ഇപ്പം ഞാൻ ഇപ്പം വേണമെങ്കിൽ അമ്മ അവിടെ പുറത്തിരിപ്പുണ്ട്. നമുക്കൊന്ന് ഒരു സംഭാഷണം വേണമെങ്കിൽ നടത്തി വെക്കാം. ഹലോ, ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തരിക. ഇതൊരു മൈക്കാണ്. ഓക്കെ ഓക്കെ. ഫാനിൻ്റെ സൗണ്ട് അവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കണം, അമ്മ എന്തോ സുഖമാണോ? യെസ്. അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഉച്ചയ്ക്ക് എന്താ കഴിച്ചേ? ഉച്ചയ്ക്ക് ചോറ്.
ഓക്കെ, ചോറ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നോയ്സ് ക്യാൻസലേഷൻ അവിടെ ഇപ്പോൾ ഫാനിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം നോയ്സ് ക്യാൻസലേഷൻ മോഡൊന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നോക്കാം. ആ ഒരു മൈക്ക് അവിടുത്തെ സൗണ്ടിൻ്റെതും കൂടെ നോക്കിക്കോട്ടെ. പിന്നെ നമുക്കിതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ റിസീവറിലൊരു സ്വിച്ച് ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്താൽ രണ്ടും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ഇതിൽ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഈ മൈക്കിൽ വരുന്ന സ്വിച്ച്, അതായത് ഓഫ് ചെയ്യാനുള്ളതും പെയർ ചെയ്യാനുള്ളതുമായിട്ടുള്ള സ്വിച്ചിൽ ഒരു പ്രാവശ്യം താത്താൽ അത് പച്ച കത്തുമ്പോൾ രണ്ടും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവുന്നതാണ്. നമുക്കിപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഇരിക്കട്ടെ. നമുക്കിനി പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു USB-C ടൈപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിനകത്ത് കുറച്ച് ഐറ്റംസ് വരുന്നത് ഈ ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഈ ഒരു ബാഗ് അവരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബാഗിനകത്താണ് വരുന്നത്. അതിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ മറ്റേ ആ ഒരു ഫ്യൂരി ഷീൽഡ് ഇതിനകത്താണ് വരുന്നത്. നമുക്കത് മൈക്കിൽ വേണമെങ്കിൽ വെച്ച് സംസാരിക്കാം. കൂടുതൽ വിൻഡൊക്കെ ഉള്ള സമയത്ത്, അതായത് കാറ്റൊക്കെ ഉള്ള സമയത്ത്, നിങ്ങൾ കടപ്പുറത്ത് പോയി വീഡിയോ എടുക്കുമ്പോഴോ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, വണ്ടിയിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതായത് ആ ഒരു മാലയുണ്ടല്ലോ, മാല, നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു മാല വരുന്നുണ്ട്. വീണ്ടും അടുത്ത മൈക്കിന് വേണ്ടിയുള്ളൊരു ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു TRS കേബിൾ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള TRS കേബിള്. പിന്നെ നമുക്കിത് ചാർജ് ചെയ്യാനുള്ള USB-C ടൈപ്പ്, അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ 2 മാഗ്നറ്റിക് ക്ലിപ്പാണ് കേട്ടോ പറഞ്ഞത്, നമുക്ക് ഷർട്ടിലൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കാനായിട്ടുള്ളൊരു ക്ലിപ്പും കൂടെ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഈ ബാഗിനകത്തുള്ളത്. നമുക്കിതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കിനി കുറച്ച് നോയ്സ് ക്യാൻസലേഷൻ, നല്ല ക്രൗഡുള്ള സ്ഥലത്ത് നിന്നിട്ടുള്ള ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നും കൂടെ നോക്കിയിട്ട് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഐഫോൺ മാത്രം വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ലുലു മാളിലെ തിരക്കിൽ റെക്കോർഡ് ചെയ്യുന്നൊരു ഫുട്ടേജാണ്. മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമുക്കിനി മൈക്ക് കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തുള്ള നോയ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കുന്നതിനും ഓഫ് ആക്കുന്നതിനും മുമ്പ് നോക്കാം കേട്ടോ. ഇപ്പോൾ മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കാമേ. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇപ്പം പച്ച കത്തിയിട്ടുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. ഇപ്പം വലിയ സൗണ്ട് കാണത്തില്ല. ഞാൻ 2 മൈക്കും കൂടെ എടുത്ത് വെച്ചിട്ട് നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇപ്പോൾ 2 മൈക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. ഇപ്പം ഇവിടെ പുറത്ത് നല്ല സൗണ്ട് ഉണ്ട്. അവിടെ ആ കുട്ടികളുടെ മറ്റേ പാർക്ക് പരിപാടി ഇല്ലേ, ഫൺ ടൂറ, അതിനകത്തു നിന്നൊക്കെ സൗണ്ട് നല്ലപോലെ കേൾക്കുന്നുണ്ട്. ഭയങ്കര എക്കോ ഒക്കെയാണ്. വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഫുട്ടേജ്. ഇനി പാർട്ട്ണർക്കിட்ட ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ ഒരെണ്ണം കൊണ്ടുപോയിട്ട് അങ്ങ് ഇങ്ങി നിന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇതാ മൈക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുകയാണ്. നമുക്ക് ആളവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒന്ന് ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് സംസാരിക്കും? എന്തെങ്കിലും പറ. ഞാൻ എന്ത് പറയണം? എന്തെങ്കിലും പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാവും. വല്ലതും പറയണമെന്തോ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ പറയണുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടും ഇതാ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. എന്തോ ആരെയും കണ്ട് സംസാരിക്കും. വീണ്ടും മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ചെക്ക്. ക്യാൻസലേഷൻ ഓഫാണ്. സംസാരിച്ചോ? ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. വീണ്ടും മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ചെക്ക്. ഇരുന്നിട്ടാണ് ഗൈസ് സംസാരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ എന്തോ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇതാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫാണ്. നമ്മൾ ബ്ലൂ കത്തുമ്പോൾ ഓഫാണെന്നാണ് അർത്ഥം. ഞെക്കുമ്പോൾ ഗ്രീൻ കത്തുമ്പോൾ ഓൺ ആവും. എന്തെങ്കിലും പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. അത് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാണ് ക്വാളിറ്റി. നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമുക്കിങ്ങനെ ഒരു ഞെക്കിയാൽ നമുക്കവിടെ ഗ്രീൻ കത്തുന്നതാണ്. ഗ്രീൻ കത്തുമ്പോൾ അവിടെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും ഉപയോഗമായിരിക്കും. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എക്കോ ആയിരിക്കും, കുറച്ചുകൂടെ ഉറച്ച് സംസാരിക്കും. അപ്പോൾ നമുക്ക് നോർമലി ഒന്ന് പതുക്കെ സംസാരിച്ചത്. ഇതാ ഇവിടെ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, അതവിടെ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്ക് വെച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പം അടുത്ത് വിവോ X200 വേണോ iQOO 13 വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനെ കൊണ്ട് ഇനി വണ്ടി വെക്കിട്ട് ഇനി ഇവിടെ ഒന്നും ആവശ്യമില്ല.